ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ മിക്ക വീട്ടിലും ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ട്. ഓക്കെ. പക്ഷെ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വിളമ്പുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിപാടി വെക്കുന്നുണ്ട്, കുറച്ച് കുട്ടികളുള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. ഇത്ര മാത്രമേ അവർ തമ്മിലുള്ള ബന്ധമുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ബന്ധം എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്കുള്ള കടന്നു കയറ്റവും മറ്റൊരാളെ അനധികൃതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ അവരുടെ നിസ്സഹായതയും ഒക്കെയാണ് ആ ബന്ധത്തിന് സത്യത്തിൽ കംപ്ലീറ്റ്ലി കൊളാപ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഏത് വീടെടുത്ത് നോക്കും, ഭാര്യയും അപ്പം ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയും എന്നുള്ളൊരു എക്സാമ്പിൾ പറയും. പക്ഷേ ഒരിക്കലും ചട്ടിയും തട്ടിയും മുട്ടിയും പോകുന്നതല്ല യഥാർത്ഥത്തിലുള്ള ബന്ധം. കാരണം തട്ടാനും മുട്ടാനുള്ള കാരണത്തെ ശ്രദ്ധിച്ച് അതില്ലാതാക്കിയിട്ട് സ്വസ്ഥമായിട്ട് പോയാൽ മാത്രമേ അതിലുണ്ടാവുന്ന കുട്ടികളായാലും എന്തിനു പറയുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ഈ പ്രപഞ്ചത്തിനും എല്ലാം ആ സമാധാനത്തിൻ്റെ വൈബ്രേഷൻ പാകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പുരുഷൻ സ്ത്രീയെ അടക്കി വെച്ചിരിക്കുന്ന ഒരു ഭാഗം, അവളെ ഭയങ്കരമായിട്ട് കൺട്രോൾ, അവിടെ ഇവന് ആവശ്യം ഉണ്ടാകുമ്പോൾ പരിപാടി വെക്കണം, ഇവൻ ആവശ്യം ഉണ്ടാകുമ്പം അവളെ നിയന്ത്രിക്കണം, ഇവനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് ഇവൻ്റെ അമ്മയെയും അച്ഛനെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും നിയന്ത്രിക്കാൻ പറ്റാത്തത് മുഴുവൻ ഇങ്ങനെ ഒരാളുമായിട്ട് ബന്ധത്തിലായി കഴിഞ്ഞാൽ രണ്ടു പേർക്കും ഇതിൻ്റെ മാക്സിമം യൂസിങ് ആണ് രണ്ടു പേരും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഈ ആൾ മറ്റൊരാളുടെ ബന്ധത്തിൽ നിന്ന് വിട്ടു പോകുമ്പം അവിടെ നഷ്ടപ്പെട്ടത്, അതായത് ഞാൻ എൻ്റെ നിയന്ത്രണത്തിൽ വെച്ചൊരു സാധനം നഷ്ടപ്പെടുമ്പം നമ്മുടെ കയ്യിൽ നിന്നൊരു 10,000 രൂപ പോയതുപോലത്തെ ഒരു ഫീലാണ്. പൈസ പിന്നെ ഉണ്ടാക്കുക എന്നുള്ള ഭാഗമൊന്നുമല്ല അവിടെ വർക്ക് ചെയ്യണം. അവിടെ എൻ്റെ ഈഗോ, കാരണം ഞാൻ നിയന്ത്രിച്ചിരുന്നൊരു സാധനം കൈവിട്ടു പോയി, അതുകൊണ്ട് ഞാനൊന്നും ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ആ ഒരു അപകർഷതാ ബോധമാണ് ആ മനുഷ്യനെ വീണ്ടും വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അവിടെ ആ താല്പര്യത്തിലും ആ അവസ്ഥയും ബോധത്തിലുമാണ് ഇരുന്നതെങ്കിൽ ആരും നമ്മളെ വിട്ടു പോകാനില്ല. അവർക്ക് പോകണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ അവരുടേത്, അത് നമ്മളെ വിട്ടിട്ടല്ല ആരും പോണത്. ഇനി മരിച്ചു പോയാലും അങ്ങനെ തന്നെ. കാരണം നമ്മളെ ആരും വിട്ടു പോകാനില്ലല്ലോ. ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നും ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പം വിട്ടുപോയെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ നിയന്ത്രിക്കാൻ നോക്കി ആ നിയന്ത്രണത്തിൻ്റെ ഇടയിൽ നിന്ന് അത് ഊരിപ്പോകുമ്പോഴാണ്. അപ്പം നിയന്ത്രിക്കാൻ നോക്കുന്നതിന് പകരം പരസ്പരം അവനവൻ്റെ മെച്യൂരിറ്റിയിലിരുന്ന് സഹകരിക്കാൻ സാധിച്ചാൽ വേറൊരാളുടെ പേഴ്സണൽ സ്പേസിൽ ഒരിക്കലും നമ്മൾ കടന്നു കയറാൻ പോകുന്നില്ല. അതിനാദ്യം അവനവൻ്റെ പേഴ്സണൽ സ്പേസ് എന്താണെന്നുള്ളത് അനുഭവത്തിൽ തിരിച്ചറിയണം. ഓക്കെ. ഇന്ന് വളരെ രസകരമായ ഒരു ഡയലോഗ് ഇപ്പോൾ കേട്ട്, വളരെ എന്താ പറയുക, അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എടാ നീ ഇനി നിൻ്റെ ഭാര്യനെ ഭാര്യയായിട്ട് വന്നാൽ സ്വീകരിക്കുമെന്ന്. അപ്പം ആ മ്യൂച്വലി ഡിവോഴ്സ് ചെയ്ത ഭർത്താവ് പറയാണ്, ഇനി അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പം ഞാൻ അവളുമായിട്ട് ഭാര്യയേക്കാൾ നല്ലൊരു ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഇനി ആരെങ്കിലും കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് മോശം ബന്ധമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് ഭാര്യയേക്കാൾ നല്ലൊരു ബന്ധത്തിലേക്ക് ആയി വരിക, രണ്ടു പേർക്കും സമാധാനം കിട്ടണേ. അതിൻ്റെ ഒരു ചങ്ങാനോടാ ഇന്നിപ്പോൾ ഒരാൾ ഇതാകണം, ഈ മഹാൻ പറഞ്ഞ ഒരു ഡയലോഗാണത്. കാരണം ഭാര്യയെ ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പം ഭാര്യയേക്കാൾ നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പം ഞങ്ങൾ മുന്നോട്ട് പോകണതെന്ന്. അത് അടിപൊളി സാധനമാണ്. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. നമ്മൾ കഥ ഒന്നും എഴുതല്ലോ, അവളിതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് വേറൊരു നായികയുണ്ട്, നായികനെ പിന്നെ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പം മിക്ക ആളുകളും നോക്ക്, അതായത് ഈ ഭാര്യയും ഭർത്താവും കാമുകയും കാമുകനും എല്ലാം 5 വർഷം 10 വർഷം 20 വർഷം ഒരുമിച്ചിരുന്ന് അത് കഴിഞ്ഞ് അവർ തമ്മിൽ ഭയങ്കര ബന്ധത്തിലേനിന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പറയുന്ന സ്ത്രീയോ പുരുഷനോ വേറൊരാളുടെ കൂടെ പോയാലോ മിണ്ടിയാലോ സംസാരിച്ചാലോ ഇനി കൂടെ കിടന്നിട്ടൊന്ന് സെക്സ് ചെയ്താലോ ഈ 15-20 വർഷത്തെ ബന്ധം കംപ്ലീറ്റ് തീർന്ന്. മനസ്സിലായോ? അല്ലാതെ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് പരിശോധിക്കുന്നതിന് പകരം ഒറ്റയടിക്ക് അതിലാരാണ് സമൂഹം ഉണ്ടാക്കി വെച്ച ആ ശരികേടിലുള്ളത്, എന്നിട്ട് അതിനനുസരിച്ച് ആ രണ്ടുപേരും തീരുമാനിച്ചു പോവുകയാണ്. എന്നിട്ട് അതും വെച്ചിട്ട് വേണം 15 വർഷം ഡിപ്രഷനിൽ പോകാനും സങ്കടപ്പെടാനും ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ രണ്ട് മെച്യൂരിറ്റി ഉള്ള ആളുകൾ തമ്മിൽ ഇമ്മെച്യൂരിറ്റിയിലാണ് ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ പിന്നെയും അത്രയും വർഷം ഒരുമിച്ചിരുന്നിട്ടും ആ ആൾ എന്തുകൊണ്ട് പോയി എന്നുള്ളത് ഈ ആൾക്ക് അറിയാൻ പോലും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് ബന്ധമാണുള്ളത്? അപ്പം നമ്മൾ ബന്ധത്തിനെ നമ്മളെ മെച്യൂരിറ്റിയിലേക്ക്
കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാരണം ഇമ്മച്യൂരിറ്റിയിൽ നിന്നാണ് അത് തുടങ്ങിയതെന്ന് തിരിച്ചറിയുക. അല്ലാതെ ഒരാൾ വേറൊരാളുമായിട്ട് ലൈംഗിക ബന്ധപ്പെട്ടാൽ അത് അയാളുടെ ആവശ്യമല്ലേ. ഇപ്പുറത്തുള്ള ഒരാളോട് സംസാരിച്ച് അത് ഇയാളുടെ ആവശ്യമല്ലേ. അത് വെച്ചിട്ട് സ്വന്തം ബന്ധത്തിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെ ഇരിക്കണേ, ഞാൻ നല്ല ബന്ധത്തിലാണെങ്കിൽ അയാൾക്കും ആ നല്ല ബന്ധം തന്നെയല്ലേ തുടരാൻ പറ്റുള്ളൂ. അല്ലാതെ മോശപ്പെട്ട ബന്ധത്തിൽ അയാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ പുറകെ ഞാൻ പോണത് എനിക്ക് എന്നോട് നല്ലൊരു ബന്ധം ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് മാറിയിട്ട് മെച്യൂർഡായിട്ടുള്ള അവസ്ഥയിൽ ആരെ എവിടെച്ചാൽ പോയിട്ട് വരട്ടെ, എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ ഭയമില്ലാതെ നമുക്കിരിക്കാൻ പറ്റുമ്പം കൂടെയുള്ള ആളുകളുമായിട്ടല്ലേ സഹകരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെയുള്ളവർക്കും വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കളയുന്നത് എന്തൊരു വലിയ വിഡ്ഢിത്താണ്. 100% വിഡ്ഢിത്താണ്. അപ്പോൾ ഇനി പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ആരുടെ കൂടെ നമ്മളിരിക്കുമ്പോഴും ആ പ്രസൻസ് ഫീൽ ചെയ്യണ ഭാഗം, അതായത് ഞാൻ എൻ്റെ പ്രസൻസ് ഫീൽ ചെയ്ത് ഒന്നും ചെയ്യാതിരിക്കുക. ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് അതിപ്പോൾ ഒരു സ്ത്രീയുടെ കൂടെയൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ആ ഒന്നും ചെയ്യാതെ പരസ്പരം ഇങ്ങനെ രണ്ടാളും വെറുതെ ഇരിക്കുമ്പം പല കാര്യങ്ങളും പൊങ്ങി വരും. വീണ്ടും ആ 2 പേരുടെയും ആ പ്രസൻസിനെ യൂസ് ചെയ്തിട്ട്, അല്ലാതെ പൈസ കൊടുക്കുന്ന ബന്ധം, പൈസ മേടിക്കുന്ന ബന്ധം, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബന്ധം, അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു സമയം കഴിയുമ്പം ഈ വ്യക്തിയെ നിങ്ങൾ ഏറ്റവും വെറുക്കുന്നവനായിട്ട് മാറും. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്കൊരു ട്രോമയായിട്ട് മാറും. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. മറിച്ച് അവിടെ ഒന്നും ചെയ്യാതെ 2 പേരും, ഇടയിലൊന്നുമില്ല കേട്ടോ, ദൈവമില്ല, പൈസയില്ല, മതമില്ല, ദേഷ്യമില്ല, വാശിയില്ല, ഒന്നുമില്ല. 2 പേരുടെയും ആ പ്യുവർ എംപ്റ്റിനെസ് ഫീൽ ചെയ്യാൻ 2 പേരും തയ്യാറാകുമ്പം അവിടെ നിന്നൊരു ബന്ധം ഉണ്ടാവും. ആ ബന്ധത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്നും അവിടെ ഇരിക്കാനേ ഉള്ളൂ. അവിടെ ഒന്നും കമ്പിയാക്കാനില്ല. അല്ലെങ്കിൽ കമ്പി ആയിട്ടില്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യുന്ന ഭാഗവുമില്ല. ഇത് മനുഷ്യനൊരു ജീവിതം മുഴുവൻ അവനെ ഹോൾ ബോഡി കമ്പിയാക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കമ്പിയാക്കിയിട്ട് അതാണ് പവറെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഒരു മനുഷ്യൻ മുഴുവൻ ഈ ഇറക്ഷനിൽ നിൽക്കുകയല്ലേ ഫുൾ ടൈം. അതായത് നേരെ നിൽക്കണ ഒരു മനുഷ്യൻ, നട്ടല് നിവർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതല്ലേ ഏറ്റവും വലിയ കമ്പി. അതിനേക്കാൾ വലുതായിട്ട് ഒരു ചെറിയ സാധനം മൂടാക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് അതാണോ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം? അല്ലെങ്കിൽ അവളെ ഞാൻ പരിപാടി വെച്ച്, അവനെ ഞാൻ പരിപാടി വെച്ച്, എന്നിട്ടത് ഭയങ്കര സുഖമായിരുന്നു, എന്നിട്ട് അത് കേട്ടിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വയാഗ്രയുടെ പുറകെ ഓടുന്ന മനുഷ്യന്മാർ. അപ്പോൾ എത്രത്തോളം വെറുതെ ഇരിക്കാൻ മനുഷ്യന് കഷ്ടപ്പാടുണ്ടെന്നുള്ള ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ കഷ്ടപ്പാടിനെ മാറ്റി വെറുതെ ഇരുന്ന് നമ്മളെ ഹോൾ ബോഡിയിൽ നമ്മൾ ഇറക്ഷൻ കൊണ്ടുവരുമ്പം യൂണിവേഴ്സലി ഒരു ഇൻ്റർകോഴ്സ് നടക്കുന്നുണ്ട് അല്ലേ. നിങ്ങളിൽ ഈ ബ്രത്ത് ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ആശ്വാസങ്ങളും കിട്ടാനുള്ള കാരണം ഈ ശ്വാസമല്ലേ. അപ്പോൾ ഈ ശ്വാസം ഫുള്ളി കയറി ഇറങ്ങുമ്പം ഒരു മനുഷ്യനെ അറിയണില്ലെങ്കിൽ പിന്നെ ആ ബന്ധം തന്നെയല്ലേ എല്ലാവരുമായിട്ടും. അല്ലാതെ ലൈംഗികമായിട്ട് ഈ ലോകത്തുള്ള എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതാണ് സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നടക്കേണ്ട കാര്യങ്ങളാണ്. അതിനൊരിക്കലും നമ്മളൊരു മൃഗത്തിനെ കൊല്ലുന്നത് പോലെ ചാടി ആക്രമിച്ച് നമ്മൾ വളച്ചെടുത്തിട്ട് പരിപാടി വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടക്കേണ്ട പോലെയാണെങ്കിൽ അത് നടക്കും. അതൊരു ശരീരത്തിൻ്റെ ആവശ്യമാണെങ്കിൽ അവിടെ ആ പ്യുവർ റിക്വയർമെൻറ്റ്, ആ പ്യുവർ ഡിവൈൻ കപ്പാസിറ്റിയിൽ നിന്ന് നടന്നേ പറ്റുള്ളൂ. അതിന് പകരം നമ്മൾ നടക്കുന്ന ഭാഗം കട്ട് ഓഫ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇതിൻ്റെ പുറകെ നടന്നിട്ടും കാര്യമില്ല. നമ്മളെപ്പോഴും സെക്സിനെ പറ്റിയിട്ട് ഭയങ്കര വാചാലമായിട്ട് നമ്മൾ സംസാരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ സെക്സ് ചെയ്യുന്ന ആളുകളൊക്കെ, ചെക്കന്മാരൊക്കെ ഒരു 20 to 30, 40, 50, അതായത് ആ ഒരു കരുത്തുണ്ടെങ്കിൽ ആണാണെന്നുള്ളൊരു ഭാഗം ഈ ആണുങ്ങളുടെ തലയിൽ എവിടുന്നോ കയറിപ്പോയിട്ടുണ്ട്. മനസ്സിലായോ? എന്നിട്ട് ഇതിനും വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ ആക്രമിച്ച് കീഴടക്കുന്നതാണ് ആണത്തം എന്നുള്ളത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ തന്നെയാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തന്നെയാണ് ഈ ആണിനെ ഇങ്ങനെ പഠിപ്പിച്ചത്. അതായത് അവർക്ക് തോന്നുമ്പം ഒരു സെക്സ്വൽ ഇൻ്റർകോഴ്സ് കഴിയുമ്പം അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് അവരുടെ ഇഷ്ടത്തിന് പറയണം, അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയണത്. ഇതൊക്കെ ഈ പടച്ചോനെ പോലെയാണ്. മനസ്സിലായോ? അതായത് മറ്റുള്ളവർ പറയണത് കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഭാഗത്താണ്. ഇപ്പോൾ ഒരു പെണ്ണ് ഫുള്ള് ഓക്കെ ആണെങ്കിൽ അവളുടെ മൂഡിനനുസരിച്ച് അവൾ പറയും എനിക്കൊരു മൾട്ടി ഓർഗാസം സംഭവിച്ച്,
അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര സൂപ്പറായിരുന്നു. ഓക്കെ, ഇവനെ സംബന്ധിച്ച് ഇവന് ഒരു ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാലാണ് ഇവൻ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണത്. അതായത് ഇവൻ്റെ ടയേർഡ്നെസ്സിൽ നിന്നാണ് ഇവൻ ഈ ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പോണത്. ഓക്കെ, കാരണം ഇജാക്കുലേഷൻ സംഭവിച്ചില്ലെങ്കിൽ അവിടെ ഒരു കണ്ടിന്യൂറ്റിയാണ്. പക്ഷേ ഇജാക്കുലേഷൻ സംഭവിച്ചത് കൊണ്ട് അവിടെ ഒരു ബ്രേക്ക് ത്രൂ വരികയാണ് ആ ബന്ധത്തിന്. ഒരു ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറയാം, ഒരു ബ്ലോ ഔട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സംഭവം നടക്കുമ്പോൾ ഇവൻ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആൾ പറയാം ഓക്കെയാണ്. അടുത്ത ആളുടെ മൂഡ് ഓക്കെ അല്ലെങ്കിൽ അത് ഓക്കെ അല്ല എന്നുള്ള ഭാഗത്തേക്ക് വരും. അപ്പോൾ എപ്പോഴും ഒരു പെണ്ണിനെ ആശ്രയിച്ചിട്ട് പോണ സമൂഹവും ആണുങ്ങളുമാണ് ഇന്ന് മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അല്ലാതെ സ്വന്തമായിട്ട് അവനവനിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഒരു മനുഷ്യന്മാർ ഈ ലോകത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സ്ത്രീകളെ പണ്ട് മനുഷ്യൻ മൃഗങ്ങളെ ആക്രമിക്കുന്നത് പോലെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സ്ത്രീ അവളുടെ സത്യസന്ധതയിൽ നിന്ന് ആ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അമ്മ എങ്ങനെയാണോ ചെറുപ്പത്തിൽ നമ്മളെ പരിപാലിച്ചു പോകുന്നത് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധത്തിൽ തുടരാൻ ആർക്കും പറ്റണില്ല. കാരണം കുറച്ച് സമയം തന്നെ ഒരു സ്ത്രീയുടെ കൂടെ ഇരിക്കുമ്പം രണ്ട് പേരുടെ ഉള്ളിൽ നിന്നും ഈ പ്രശ്നങ്ങൾ പൊങ്ങി വരും. പിന്നെ അത് തൊടലും പിടിക്കലുമായിട്ട് അത് സെക്സിലേക്ക് പോകും. സെക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാൾ ആ വീട്ടിൽ നിന്ന് തന്നെ രണ്ട് വഴിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു സ്ത്രീയുടെ കൂടെ ഇരുന്നിട്ട് ആ ട്രോമയും ട്രേസും എല്ലാം ഡിസോൾവ് ചെയ്തിട്ട് ആ സ്ത്രീയിൽ നിന്നൊരു ഇനീഷ്യേഷൻ ഉണ്ടാവണം. അല്ലാതെ നിനക്ക് സുഖമുണ്ടോയെന്ന് അവളോട് ചോദിക്കല്ല. അവളുടെ സ്വസ്ഥതയിൽ നിന്ന് അവൾ പതുക്കെ നമ്മളുമായിട്ടൊരു സഹകരണത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ബന്ധം. അല്ലാതെ സെക്സ് ചെയ്തിട്ടൊന്നും ഒരു സ്ത്രീയെയും സൂചിപ്പിക്കാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. ജീവിതത്തിൽ ഭയം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് അതിൻ്റെ റൂട്ടിൽ നിങ്ങൾ ക്ലിയറായാൽ മാത്രമേ അത് ഫങ്ഷൻ ചെയ്യുള്ളൂ. കാരണം ഈ ശരീരത്തിന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഭയത്തിൽ നിന്ന് മാറാനുള്ള ഏക വഴി. അപ്പോൾ ആ ശ്രദ്ധ നിങ്ങളുടേത് തെറ്റാനുള്ള കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയെയും നിങ്ങൾ ഓൾറെഡി ഒരു ലേബലിൽ ഒട്ടിച്ചത് കൊണ്ടാണ്. എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാവണം, എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, എൻ്റെ അച്ഛൻ ഇങ്ങനെയാവണം. ഈ രണ്ട് സാധനം നിങ്ങൾ ഈ രീതിയിൽ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ ലോകത്തിനെ അതുപോലെ കാണാനുള്ള ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങളെല്ലാവരെയും കാണുന്നത് ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് മാത്രമാണ്. അത് പല രീതിയിൽ അതിന് മില്യൺസ് ഓഫ് മ്യൂട്ടേഷൻസ് വരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യുണീക്കാണെന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം റൂട്ട് കോസിൽ എല്ലാവർക്കും ഉള്ളത് അച്ഛനും അമ്മയുമാണ്. ഓക്കെ, അച്ഛനും അമ്മയും ഞാനുമാണുള്ളത്. അപ്പോൾ ഈ അച്ഛനെയും അമ്മയെയും പല രീതിയിൽ നമ്മൾ പെർസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാനിൽ അതിൻ്റെ ഇംപ്രഷൻസ് ഉണ്ടാവും. ആ ഇംപ്രഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് എന്നെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. എനിക്ക് പൂർണ്ണമായിട്ട് എന്നെ അനുഭവിക്കാൻ പറ്റണില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് പിന്നെ ഫിയറാണ്. ഓക്കെ, മറിച്ച് ആ വ്യക്തികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അവിടെ എൻ്റെ ആ സെൻറ്ററിലുള്ള ഞാനെന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്ത് പോകുമ്പം ഈ പറയുന്ന ആളുകൾ ആ പൊസിഷനിൽ ഇരുന്ന് കാണിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ കാണിക്ക വെക്കേണ്ട കാര്യമില്ല. അതായത് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ ഇഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഈ പറയുന്ന ഞാനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് അമ്മയും അച്ഛനും ഇന്നതാണെന്ന് തീരുമാനമെടുത്തിട്ട് എന്നെ ഞാൻ ഷ്രിങ്ക് ചെയ്യുന്ന ഭാഗത്തുനിന്ന് എന്നെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതായത് അവരുടെ ട്രോമാസും അവരുടെ സോഷ്യൽ കണ്ടീഷനിങ്ങും നാട്ടുകാരുടെ മുന്നിൽ അവരുണ്ടാക്കിയ ഇമേജസും നിങ്ങളിലേക്ക് ഇട്ട് തരുമ്പം ഇത് ബാധിക്കാത്ത ഒരു നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. റബലായാലും കാര്യമില്ല, അക്സെപ്റ്റ് ചെയ്തൊരു വിശ്വാസി ആയാലും കാര്യമില്ല. രണ്ടും നിങ്ങളിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ പ്യുവറായിട്ടുള്ള ആ സ്റ്റേറ്റിനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഈ ശരീരത്തെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഈ ശരീരത്തിൽ ശ്രദ്ധിക്കാതെ എന്തെല്ലാം ട്രേസുകളാണ് കയറിയതെന്ന് അറിയാൻ പറ്റുള്ളൂ. പതുക്കെ അതിനെ റിമൂവ് ചെയ്തിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ഒഴുകി ഞാൻ നടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളെ എപ്പോഴും അറിയാത്ത കാര്യത്തിൽ പേടിച്ചിരിക്കുന്ന ആൾക്കാർ. കാരണം എന്താണ്? നമ്മൾ അറിയാത്ത കാര്യത്തെ ബോധ്യം എന്നുള്ള രീതിയിൽ ആ വിശ്വാസത്തെ നമ്മുടെ ഉറപ്പായിട്ട് നമ്മൾ എടുക്കുകയാണ്. അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഇറ്റ്സ് നോട്ട് എ ക്ലാരിറ്റി.
അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയിൽ എപ്പോഴും നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് വെച്ചിട്ട് വിശ്വാസത്തിലേക്ക് എടുത്തിക്കാണ്. അപ്പോൾ അത് ചെറുപ്പത്തിലായതുകൊണ്ട് തന്നെ വിശ്വാസം ഏതാണ്, ഉറപ്പ് ഏതാണ് എന്നുള്ളത് പോലും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാതായി. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, ഇപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ യാതൊരു ഉറപ്പുമില്ല, ഓക്കെ, അല്ലെങ്കിൽ ആ അറിയുന്ന കാര്യങ്ങളിൽ നമ്മളെ അനുഭവത്തിലില്ല, അത് നമുക്ക് വെറും ഡാറ്റ മാത്രമായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ശ്രദ്ധ അപ്ലൈ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ അറിവിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അനുഭവവുമായിട്ട് ഈ അറിവിന് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങളിലും പേടിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പെർസീവ് ചെയ്യുന്നത്. മറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഡീൽ ചെയ്യുമ്പം, നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ ബോധ്യത്തിൽ ഡീല് ചെയ്യാൻ തുടങ്ങുമ്പം അറിയാത്ത കാര്യങ്ങളെന്ന് പറയുന്ന ഒരു കാര്യം ഈ ലോകത്തില്ല. ഇത് നമ്മളൊരു വിശ്വാസി ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിലൊരു മൈൻഡ് രൂപപ്പെട്ട് വന്നതുകൊണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കുന്നത് മാത്രമാണ്. അപ്പം എന്തെങ്കിലും അറിയാത്ത ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടത് സംഭവിക്കാൻ തുടങ്ങും. അല്ലാതെ അറിയാത്ത ഒരു പടക്കം പൊട്ടുമ്പോൾ നമ്മൾ ഞെട്ടുന്നത് പോലെ ജീവിതത്തിലൊന്നും വരാനില്ല. അപ്പോൾ അറിയാത്ത കാര്യങ്ങളോടുള്ള പേടിയും ഈ മരണഭയവും ഒക്കെ അവിടെ നിന്ന് സ്പോട്ടിൽ മാറിപ്പോവും. അപ്പം അറിയാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയില്ല. അതായത് നമ്മൾ നിത്യേന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ശ്രദ്ധയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ തന്നെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് കുറേ കാര്യങ്ങൾ സംഭവിക്കണം. ആ ശ്രദ്ധക്കുറവ് വെച്ചിട്ട് നമ്മൾ ഈ ലോകത്തിൽ നമുക്കറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത്. അറിയേണ്ടാത്ത കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ കണ്ണിന് ഇപ്പോൾ ഇവിടെ നിന്ന് അവിടം വരെ കാണുന്നതെങ്കിൽ പിന്നെ മൂങ്ങക്ക് പരുന്തിന് അതിനേക്കാൾ കാണുമെങ്കിൽ ഞാനെന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ വവ്വാലിന് രാത്രി കണ്ണ് കാണും, എനിക്ക് രാത്രി കണ്ണ് കാണില്ല. അതിന് ഞാനെന്ത് വേണം? ഞാൻ കിടന്നുറങ്ങുമ്പം ഞാൻ കണ്ണിൻ്റെ കാഴ്ച നോക്കി നടക്കേണ്ട കാര്യമില്ലല്ല. ഞാനിപ്പം എന്താണ് ചെയ്യുന്നത് അതിലെത്രത്തോളം എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടൻ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് മാറിയിട്ട് കാര്യങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നടക്കും. വളരെ സിമ്പിളാണ്. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളെന്താണെന്നുള്ളത് സത്യസന്ധമായിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായ? അവരുടെ താല്പര്യമില്ലായ്മയോ ഒന്നും നോക്കാതെ നമുക്ക് നമ്മളെ ഇപ്പോൾ ഒരാളോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക. തുറന്നു പറയുമ്പം അയാൾ ബ്ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അയാൾ ബ്ലോക്ക് ചെയ്ത് പോട്ടെ. ഇനി അയാൾ ബ്ലോക്ക് ചെയ്ത് പോണില്ല, എന്നിട്ട് അയാൾ വീണ്ടും നമ്മളെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഈ പറച്ചിൽ എവിടെ നിന്ന് വരുന്നതെന്ന് പരിശോധിക്കുക. പിന്നെയും 10 ദിവസം കഴിയുമ്പം പറയാൻ തോന്നുമ്പോൾ പിന്നെയും തുറന്ന് പറയുക. പക്ഷേ ഇതുമായിട്ട് കയറി കണക്റ്റ് ആവരുത്. കാരണം അവിടെ തിരിയേണ്ടത് എന്നിലേക്കാണ്. കാരണം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം വന്ന് ഞാൻ സത്യസന്ധമായിട്ട് ഇത് പ്രകടിപ്പിച്ച് അടുത്ത ആളിൽ ഏതവസ്ഥയിലാണോ അവർ നിൽക്കുന്നത് അത് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മുടെ മൈൻഡ് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കരുത്. എന്നെ ഞാൻ ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുമ്പം അവിടെ ഞാനാണ് റിച്ചായിട്ട് വരേണ്ടത്, അല്ലാതെ ആ വ്യക്തിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലാകുക? കാരണം ആ വ്യക്തിനെ വേറെയായിട്ട് കാണുന്നതും ആ വ്യക്തിയെ എന്നിലേക്ക് അടുപ്പിക്കാൻ നോക്കുന്നതൊക്കെ അവിടെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾക്കാണ്. അല്ലാതെ അത് എനിക്ക് വേണ്ട സംഭവമല്ല. അത് ചിലപ്പോൾ സെക്സ് ആവാം, ചിലപ്പോൾ പൈസയാവാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മുടെ യോഗത്തിന് വേണ്ടിയിട്ടല്ല. യോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് എക്സ്പ്രസ് ചെയ്ത് അടുത്ത ആളുടെ താല്പര്യം അത് 100% അയാളുടെ താല്പര്യമായിട്ട് അംഗീകരിക്കാൻ പറ്റും. അല്ലാതെ നമ്മുടെ ശരീരം വീക്കായതുകൊണ്ട് ആ വ്യക്തിനെ കൺട്രോൾ ചെയ്യാൻ പോണ ഭാഗം നമ്മളിലൊരു ത്വര ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. അല്ലെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അയാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അപ്പോഴും നമുക്ക് യാതൊരു കഷ്ടവും ഇല്ല. നമുക്കൊക്കെ സംഭവിക്കുന്നത് ഇല്ല എന്താ വിളിക്കാം, നമുക്കൊക്കെ സംഭവിക്കുന്നത് നമ്മളൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബാലൻസ്
മിസ്സായതുകൊണ്ടാണ് ആ ഇംബാലൻസ് എന്നുള്ള ഭാഗം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇംബാലൻസ്ഡ് ആയി എന്നുള്ള ഭാഗത്ത് അന്വേഷിക്കും തോറും ആ ഇംബാലൻസിൻ്റെ ദൈർഘ്യം നമ്മളിൽ കൂടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും ഒരു പ്രോബ്ലമോ വേദനയോ പെയിനോ വന്നാൽ എന്നെ ഉപയോഗിച്ചിട്ട് എനിക്ക് എങ്ങനെ അതിൽ നിന്ന് മാറാൻ പറ്റുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഇംബാലൻസ് വന്നാൽ ഏത് രീതിയിലാണ് എൻ്റെ സ്റ്റഡി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, വീണ്ടും എന്നിലേക്കാണ് വരേണ്ടത്, അല്ലാതെ പുറത്തേക്കല്ല പോകേണ്ടത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെ പല എക്സർസൈസുകളും ജിമ്മിലും പല ആക്ടിവിറ്റികളും നമ്മൾ ചെയ്യും. ഓക്കെ, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ലിസണിങ് ദ മ്യൂസിക്, അല്ലെങ്കിൽ നമ്മൾ മറ്റ് പലര് ആ ഒരു റൗണ്ട്സ് ഉണ്ടല്ലോ, ഇപ്പോൾ 10 times 15 times ഈ റൗണ്ടുകൾ അടിക്കുക എന്നുള്ളതാവും നമ്മുടെ തലയിൽ വരിക. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അടിച്ചിട്ട് ഇറ്റ്സ് ലൈക്ക് ആൻ ഓർഗാസം യുനോ, അല്ലെങ്കിൽ അങ്ങനെയാവും നമ്മൾ അതിനെ കൊണ്ടുപോവുക. പക്ഷെ ആക്ച്വലി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ദാറ്റ്സ് എ മൈക്രോ ടെസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു യോഗ പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് നമ്മളെ മൂവ്മെൻറ്റ് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ വെയിറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും നമ്മുടെ ബോഡിയിൽ ഒരു ഡിസ്ബാലൻസ് വരുന്നുണ്ടോ. കാരണം പ്രോപ്പറായിട്ട് ആ വെയിറ്റ് എടുക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഫുൾ അറ്റൻഷൻ ആ മൂവ്മെൻറ്റിൽ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. എന്നിട്ട് എവിടെയാണ് നമ്മളിൽ ചെറിയ രീതിയിലുള്ള ആ ഒരു ഷിവറിങ് അല്ലെങ്കിൽ ആ എന്തായാലും പറയാം മൈക്രോ ആയിട്ടുള്ള ആ ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ ആ ഇംബാലൻസ്, അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളെ ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ റിതം ഓഫ് ദ യൂണിവേഴ്സുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്തിട്ടും ഒരു കാര്യവും നടക്കാൻ പോണില്ല. ഇപ്പം നമ്മൾ ഈവൻ ഫോർ എ മോർണിംഗ് വാക്ക് ആണെങ്കിൽ പോലും നമ്മളെ ഫീൽ ചെയ്യുന്ന ഭാഗമുണ്ട്. അതായത് നമ്മളെ ബോഡി ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോഴും നമ്മളെ കഴുത്തിൻ്റെ ഭാഗവും ആ ഫുൾ ഫ്രീ സ്പേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്ലോ എപ്പോഴും ഇങ്ങനെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പല രീതിയിലുള്ള ക്രീമും സോപ്പും ഇതെല്ലാം വാരി തേച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഓയിലിയാണ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളി പെൺകുട്ടികളെന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ലെഫ്റ്റ് ലൈക്ക് കൊറിയൻസ് അല്ലെങ്കിൽ ചൈനീസ് പോലെ ആയിക്കഴിഞ്ഞ് എല്ലാ പെൺകുട്ടികൾക്കും ഒരു മുഖച്ഛായ, എല്ലാ പെൺകുട്ടികൾക്കും ഒരു ഹെയർ സ്റ്റൈല്, അങ്ങനെ എല്ലാം ഒരു ചൈനീസ് ആൻഡ് കൊറിയൻ ലെവലിലേക്ക് പോവുകയാണ്. കാരണം എന്താണ്, യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ആക്ച്വലി മേക്കിംഗ് ദം ഇൻ ടു മെനി മോഡൽസ്. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു കണക്ടിവിറ്റി, ഒരു സിമിലാരിറ്റി, ഫേക്ക് സിമിലാരിറ്റി എല്ലാവരിലും വരിക. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മളെല്ലാവരിലും യുണീക്കാണെന്ന് നമ്മൾ പറയണത് മൈൻഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒന്നാണ് ആക്ച്വലി. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ചെറിയ മിസ്സിങ് നമ്മളിൽ വന്ന് അവസാനം നമുക്ക് മിസ്സായിപ്പോൾ. ശരീരം തള്ളിക്കളയാനാണ് എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും വിളിക്കുമ്പോഴൊക്കെ പറയണത് എന്താ, ശരീരം വിട്ടപ്പം കിട്ടിയൊരു സുഖം, ആ ശരീരം ഇല്ലാതായിട്ട് ഒന്നുമല്ലാതാവുമ്പോഴുള്ളൊരു സുഖം. അങ്ങനെ പറയുന്ന ഇപ്പം ഞാൻ വെരി റീസെൻ്റ്ലി സംയുക്ത വർമ്മൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ശൂന്യത, ഒന്നുമില്ലായ്മ, ആ ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീല് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഡീല് ചെയ്യാതെ കണ്ണും ചിമ്പിയിട്ട് എങ്ങോട്ടോ പോണതല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ഡീല് ചെയ്തിട്ട് നമ്മൾ ശൂന്യമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിന് ഈ ശരീരമില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ആളുണ്ടാവില്ല. ഓക്കെ, ബോധത്തിന് നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കോൺഷ്യസ്നെസ്സിന് നിങ്ങളാരെയും ആവശ്യമില്ല. നിങ്ങൾക്കാണ് കോൺഷ്യസ്നെസ്സിൻ്റെ ആവശ്യം. അതിന് ഈ ശരീരമാണ് ടൂളായിട്ട് കിടക്കുന്നത്, അല്ലാതെ മനസ്സല്ല. പുലിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് പഠിച്ചിട്ട് ഒരാൾ പുലിനെ എങ്ങനെയാണ് ഓടിക്കണമെന്നുള്ള ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, പുലി മുന്നിലേക്ക് വരുമ്പം ഈ ബോഡിയുടെ പാറ്റേൺ എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പുലി ഈ ശരീരം കടിച്ചു വലിച്ച് തിന്നും. വീഡിയോ കണ്ട സാധനം അവിടെ എടുക്കാൻ പറ്റൂല. ഓക്കെ, എന്നതുപോലെ നിങ്ങൾ മൈൻഡ് വെച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കണ്ടിന്യൂറ്റി ഇല്ല, സസ്റ്റൈനബിലിറ്റി ഇല്ല. മറിച്ച് ഈ ശരീരത്തിനെ നന്നായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. ഓക്കെ,
അവിടെയാണ് കളി നടക്കുന്നത്. അല്ലാതെ വേറെ എന്ത് കഥ പറഞ്ഞിട്ടും ഈ ശരീരത്തിനെ തള്ളിക്കളയണ എല്ലാവരെയും നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാം ഫ്രോഡുകളാവും. കാരണം ഈ ശരീരത്തിനെ നന്നായിട്ട്, സ്വന്തം ശരീരത്തിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റണില്ലെങ്കിൽ എല്ലാ രോഗവും ഇനി ഡോക്ടറെ അടുത്ത് പോയിട്ടോ വൈദ്യരുടെ അടുത്ത് പോയിട്ടോ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു വ്യക്തിയുടെ നിർദ്ദേശം നമ്മൾ നേടിയിട്ട് എന്താ കാര്യമുള്ളത്? ചത്തുപോയിട്ട്, കാരണം ശരീരം ഇല്ലാതെ ശരീരത്തിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, ശരീരം ഒന്നുമല്ല എന്ന് പറയുന്ന കുറേ യോഗിമാരും സന്യാസിമാരും മുസ്ലിംമാരും മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗമുണ്ടെന്ന് പറയുന്ന ആൾക്കാരും അത് കേട്ടിട്ട് നമുക്ക് പ്രയോജനമുള്ളത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ശ്വാസം എടുത്ത് നോക്കിയേ, ഈ ശരീരത്തിനെ നമ്മൾ അനുഭവിക്കുമ്പോൾ കിട്ടുന്ന സുഖം. ഈ ലോകത്ത് നിങ്ങൾ എന്തും സുഖമാണെന്ന് തിരിച്ചറിയുന്നത് ഈ ശരീരത്തിലൂടെ നിങ്ങളെ തന്നെ അനുഭവിക്കുമ്പോഴല്ലേ? അങ്ങനെയുള്ളൊരു സാധനത്തിന് എങ്ങനെയാണ് നമ്മൾ തള്ളി പറയുന്നത്? എങ്ങനെ സാധിക്കണത്? എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ കുറേ അങ്ങനെ എന്നെ വേദനിപ്പിച്ചിട്ട് സുഖമാണെന്ന് തെറ്റിദ്ധരിച്ച കുറേ കാലം ജീവിച്ചതാണ്. ഇനി ഞാൻ കളി കേട്ടില്ല. അതായത് ഈ സോഷ്യൽ മീഡിയയും ഈ സൊസൈറ്റിയും ഒക്കെ കൂടി ചേർന്നിട്ട് പിന്നെ ഈ സ്ത്രീകളെന്ന് പറയാൻ പറ്റില്ല, പെണ്ണുങ്ങളെ പഠിപ്പിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നീ നിൻ്റെ യഥാർത്ഥ തനിമയിൽ അല്ലെങ്കിൽ ആ ബീങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ആരും വില വെക്കില്ല. പകരം ഇത്തിരി ജാടൊക്കെ കാണിച്ച് നിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുമ്പം അവരെ റിജക്റ്റൊക്കെ ചെയ്ത് അവിടെ ആ ഒരു ലഭ്യത കുറവ് കാണിച്ചാൽ മാത്രമേ നിനക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഈ സമൂഹം പഠിപ്പിച്ചു വെച്ചതാണ്. അതും കാലങ്ങളോളമായിട്ട് പഠിപ്പിച്ചു വെച്ചതാണ്. സോ അവരെപ്പോഴും ഒരു ഇമോഷണൽ പവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. എങ്കിലേ ആണുങ്ങൾ നിൻ്റെ പുറകെ വരുള്ളൂ എന്നുള്ള ഇവരെ പഠിപ്പിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഇവരാണുങ്ങളെ വരുത്താൻ വേണ്ടിയിട്ട് ഈ കളി കളിച്ച് ഇങ്ങനെയുള്ള ആണുങ്ങൾ വന്നാലും ഇവർക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഫീമെയിൽസും ഓൾറെഡി അവർ ആണുങ്ങളെ പലതവണ സെക്സ് ചെയ്തിട്ടുണ്ടാവും. ഈവൻ ഈ ആണെന്ന് പറയണവൻ അവരുടെ കയ്യിൽ പിടിക്കുക അല്ലെങ്കിൽ അവരെ മോശമായിട്ട് നോക്കുകയോ ഒന്നുമില്ല. ഇനി നോക്കുന്നവരുണ്ടാവും, റേപ്പ് ചെയ്യുന്നവരുണ്ടാവും, അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് ഫീമെയിൽസ് ഓൾറെഡി ഈ ഇൻസെക്യൂരിറ്റിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പം ഇവർ ഓൾറെഡി അവൻ റേപ്പ് ചെയ്യണതും അവൻ സെക്സ് ചെയ്യണതും ഓൾറെഡി ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ഇവർ പോലും അറിയാതെ സബ് കോൺഷ്യസിൽ നടത്തിക്കൊണ്ടിരിക്കും. അതായത് ഹൃദയം തുറന്ന് സ്നേഹിക്കാനായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇവർക്ക് ഭയമാണ്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തോറ്റു പോകുന്നു. ചെറുപ്പത്തിൽ ഇവർക്ക് കിട്ടിയ കുറേ ട്രേസുകൾ അതിനെ സാധൂകരിക്കുന്നത് കൊണ്ടും ഇവർക്കുള്ള വാല്യൂ ഇല്ലാതാവുന്ന ഭാഗത്തേക്കാണ് ഇവർ പോണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോൾസ് സ്കാർസിറ്റി ഉണ്ടല്ലോ, അതായത് ആ ലഭ്യതക്കുറവ് അവർ അതിലെപ്പോഴും കുടുങ്ങി കിടക്കും. കാരണം അവർ ആ ജാട പുറമെ കാണിക്കുന്നതാണെന്ന് തോന്നും, പക്ഷേ അവരുടെ ഉള്ളിൽ കടുത്ത ഇൻസെക്യൂരിറ്റിയാണുള്ളത്. ഇങ്ങനെ ഈ ഭാഗത്ത് അവർ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇവർ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. ആരും അറിയണില്ല രോഗങ്ങൾ വന്ന് പ്രശ്നങ്ങൾ വന്ന്. കാരണം എന്താണ്? പ്രോപ്പർ ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനും മനുഷ്യന്മാരുമായിട്ട് നടക്കണില്ല ബിക്കോസ് ഓഫ് ദ ഇൻസെക്യൂരിറ്റി. ഈ ഭയത്തിൻ്റെ കാരണമാണ് വെറുതെ മാറ്റി ഒരുങ്ങി ഇങ്ങനെ എല്ലാവരെയും അട്രാക്ട് ചെയ്ത് നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്വന്തം വീട്ടിൽ പോലും അല്ലെങ്കിൽ ആരോടും ഒരു പരിധിയിലപ്പുറത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? അവരെയും കൂടി രക്ഷിക്കാൻ അവർ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒരു രീതിയിലുള്ള അറ്റൻഷൻ നമ്മുടെ ചിന്ത കൊണ്ടും പോലും പോകാതെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഭാഗം വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ ഓൾസോ. ഇപ്പോൾ ഈ രാവിലെ അല്ല, ഇപ്പോൾ എത്ര സമയം നോക്കിയിട്ട് എത്ര ആയി? ഓക്കെ, ഒരു 6 മണി. ഓക്കെ, ഇതിപ്പോൾ ഒറ്റടിക്ക് രാത്രിയാവണമെന്ന് പറഞ്ഞാൽ ഇരുട്ടാവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിൻ്റേതായിട്ടുള്ളൊരു പ്രോസസ്സുണ്ട് അല്ലേ? അപ്പോൾ ആ പ്രോസസ്സുമായിട്ട് ഞാൻ പ്രോപ്പർലി സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ പെട്ടെന്ന് ആക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ ബോഡിയിൽ ഉണ്ടാവില്ല. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. കാരണം നമ്മുടെ ബോഡി ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നമ്മുടെ ദേഷ്യമുണ്ട്, വാശിയുണ്ട്, പേടിയുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഓക്കെ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇപ്പം ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പം പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം അപ്പം തന്നെ നടത്തണം എന്ന് പറയുമ്പം അതിനനുസരിച്ചുള്ളൊരു ശരീരം നമ്മുടെ കയ്യിലില്ല. കാരണം നമ്മൾ ചുറ്റുപാടും കണ്ട ആഗ്രഹങ്ങളെ പെട്ടെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ളൊരു വൈകല്യമാണ്. മനുഷ്യനെ സംബന്ധിച്ച് കൊണ്ടും കൊടുത്തും ശീലമുള്ള ഒരു ശരീരമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ച് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറിച്ച് നമ്മൾ ആ ഈഗോ വെച്ചിട്ട് കളിക്കാനാണെങ്കിൽ നമ്മളെപ്പോഴോ റെഡിയാണ്. മനുഷ്യൻ മാത്രമാണ് കോൺസിക്വൻസ് വരാത്ത ഒരു സ്വസ്ഥമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പം വീണ്ടും വീണ്ടും എണീറ്റിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോണത്. വേറെ ഒരു ജീവിയും അങ്ങനെ പോണില്ല എന്നുള്ളതാണ് അത്ഭുതം. അപ്പോൾ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണും പൂട്ടി അല്ലെങ്കിൽ നമ്മൾ ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം ഒരു സുഖമെടുത്ത് അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് നമ്മുടെ മനസ്സ് പല ആഗ്രഹങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ശൂന്യതയെ ഈ ആഗ്രഹം നേടിയതിൻ്റെ ഒരു കപ്പാസിറ്റി ആയിട്ട് അനുഭവപ്പെടുന്നതല്ല ആ വെറുതെ ഇരി അല്ലെങ്കിൽ ആ ചുമ്മാതിരി എന്നൊക്കെ പറയുന്നത്. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുക, ഓക്കെ. അപ്പോൾ അതിന് ആരെങ്കിലും ഡിപ്രഷനാണെന്ന് പറയുമ്പം നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോണൊരു ഭാഗമുണ്ട്. അതിനെയല്ല നമ്മൾ ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത്. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ്ലി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ എവിടെയാണെന്ന് ശ്രദ്ധിക്കണ ഒരു ഞാനുമായിട്ടുള്ള എൻ്റെ കണ്ടിന്യൂസ് ബന്ധമാണ് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങളിലൂടെ എങ്ങനെയാണോ നമ്മൾ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതെന്ന് ഇവിടെ കൃത്യമായിട്ട് നോക്കിക്കാണണ ഒരാൾ. അല്ലാതെ കുറേ ട്രേസ് കയറിയിട്ട് ആ ട്രേസ് നമ്മളെ ബോധമില്ലാത്ത കുറേ പ്രവൃത്തികളിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ക്ഷീണിച്ചിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല. ഇറ്റ്സ് എ 24/7. അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതിനെ കൊണ്ടുപോകാൻ പറ്റണം. ഭയങ്കര പവർഫുള്ളാണ്. ആളുകളൊക്കെ ഞാനൊരു ജോസിൻ്റെ കഥ പറയാം, ഓക്കെ. അപ്പം ജോസ് എന്നെ വിളിച്ച് അപ്പം തന്നെ ദുബായിൽ നിന്ന് പിന്നെ 10,000 രൂപ ഇട്ട് തന്നു, ഓക്കെ. 10,000 രൂപ ഇട്ട് തന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു സംശയം, ഇവൻ എന്തോ മാജിക്കാരനാണ്. കാരണം ഞാൻ പോലും അറിയാതെ ഞാൻ പൈസ അയച്ച് തന്നെന്നുള്ളൊരു സാധനം ഇയാളുടെ ഉള്ളിൽ വന്നപ്പം ഇയാൾ കുറച്ച് നേരം ഒന്ന് സഫർ ചെയ്തു, ഓക്കെ. അപ്പം നമ്മൾ അത് തൊടണമൊന്നുമില്ല, കാരണം ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒന്നര ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ വേറെ ഒരു കാര്യത്തിൽ വന്നപ്പം എന്നോട് പറഞ്ഞ്, പിന്നെ ഷാഫിക്ക എനിക്ക് ഇനി നിങ്ങൾക്ക് പൈസ അയക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ജോസ് പൈസ അയക്കണമെങ്കിൽ പിന്നെ അതായത് മറ്റേ കക്കൂസും കുഴിയിൽ അല്ലെങ്കിൽ ചാണകക്കുഴിയിലേക്ക് ഇടുന്നത് പോലെ വലിച്ചെറിയാൻ പറ്റിയ പൈസ ഉണ്ടെങ്കിൽ മാത്രം അയച്ച് തന്നാൽ മതി, ഓക്കെ. അല്ലാതെ ദൈവത്തിന് കാണിക്ക കൊടുക്കുന്നത് പോലെ പള്ളിയിലോ അമ്പലത്തിലോ കൊണ്ടുപോയി ഇടുന്ന പോലെ ഒന്നും എനിക്ക് പൈസ അയക്കരുത്. കാരണം എന്താണ്, എന്നെക്കൊണ്ട് യാതൊരു ഉപകാരവും ജോസിന് കിട്ടാൻ പോണില്ല. കാരണം ഈ ജീവിതത്തിൽ എന്നെക്കൊണ്ട് ആർക്കും ഉപകാരം കിട്ടാൻ പോണില്ല. കാരണം എന്നെക്കൊണ്ട് എനിക്ക് മാത്രമേ ഉപകാരമുള്ളൂ. അതുപോലെ നിങ്ങളും അല്ലെങ്കിൽ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഓരോരുത്തരും അവനവനെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് ബെനിഫിറ്റായിട്ട് വരുള്ളൂ. പക്ഷെ അങ്ങനെ അയാൾ പിന്നെയും 15,000 രൂപ പിന്നെയും ഇട്ടു തന്ന്, ഓക്കെ. ഞാൻ ആ പൈസ കൊണ്ട് ഇപ്പം എന്താ ചെയ്യാനുള്ളത്? പൈസ കൊണ്ട് എന്തെങ്കിലും മേടിച്ച് തിന്നണം, വണ്ടിയിൽ പെട്രോൾ അടിക്കണം, കറങ്ങി നടക്കണം. ഇത് തന്നെ ഈ ലോകത്തിൽ എല്ലാവർക്കും ചെയ്യാനുള്ളൂ എന്ന് കരുതി നിങ്ങൾ പൈസ തരണ്ട എന്നുള്ളതല്ല ഞാൻ പറയണത്. പക്ഷേ ഇന്ന് സമൂഹം എത്തിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ പൈസ കൊടുത്തിട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും വിലക്ക് മേടിച്ചിട്ട് അവരെ നിയന്ത്രണത്തിൽ നിർത്തി കൈക്കൂലി കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ വരുന്നത് എന്താ വെച്ചാൽ വീണ്ടും ഈ പൈസക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ എനിക്കൊരാളിപ്പോൾ ഒരു 500 രൂപ അയച്ചു തരുന്നു, 1000 രൂപ അയച്ചു തരുന്നു, അതുകൊണ്ട് വിഷയമൊന്നുമില്ല. പക്ഷെ അത് അയച്ചു തന്നിട്ട് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്ററാക്ഷൻ ഓപ്പൺ ചെയ്തെടുക്കുന്ന ഭാഗത്തേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സമൂഹം ഇന്ന് അങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ പതുക്കെ ഇത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. കാരണം എനിക്ക് പൈസ അയച്ചു തരുന്നവരോടൊക്കെ പറയണത് എന്താ, നിങ്ങളൊരു 10,000 10 ലക്ഷമോ 10 കോടിയോ അയച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മറിച്ച് നിങ്ങളെ പൂർണ്ണമായിട്ടും ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ജീവൻ്റെ ബന്ധമാണ്, അല്ലേ?
നമ്മൾ രണ്ടുപേരും ഈ യൂണിവേഴ്സലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാനും ബന്ധപ്പെടാനും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ് ഡെവലപ്പ് ആവണത് അല്ലേ? അല്ലെങ്കിൽ ലൈഫുമായിട്ടുള്ള നമ്മുടെ കണക്ഷനാണ് ഡെവലപ്പ് ആവണത്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം പൈസ അയച്ചിട്ടാണ് ഈ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണതെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ വർക്ക് ചെയ്യുക. പക്ഷെ മനസ്സിലാക്കുക, പൈസയല്ല ഒന്നിൻ്റെയും മാനദണ്ഡം എന്നുള്ളത്. ഇനി വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് നമ്മൾ നോക്കുമ്പം നമ്മളെ അയൽവാസി പുതിയ കാറ് മേടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നിരന്തരം ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും എല്ലാം കിട്ടുന്നുണ്ട്, ഓക്കെ. അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ഭർത്താവ് വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പുറമേ കാണുന്നുണ്ട്, ഓക്കെ. പക്ഷെ നമ്മളെ നോക്കുമ്പം നമ്മളിലേക്ക് ആരും വരണമില്ല, ആരുടെയൊക്കെ പുറകെ പോയിട്ട് നമുക്കൊന്നും നടക്കണമില്ല എന്നുള്ളൊരു ഭാഗത്താണ് നമ്മളെത്തിയിരിക്കുന്നത്, ഓക്കെ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. അപ്പം മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നൊരവസ്ഥ നമ്മളിൽ വരുമ്പം നമ്മളിലൊരു കമ്പാരിസൺ വരും. പക്ഷേ ഈ കമ്പാരിസൻ്റെ പ്രോബ്ലം എന്താണ്, ഇതിൻ്റെ റിയാലിറ്റി എന്താണ്, ഇത് നമ്മൾ ഇന്ന് വരെ പരിശോധിച്ചിട്ടില്ല. കാരണം അവൻ്റെ അടുത്തേക്ക് 10 ഗേൾ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അവളുടെ അടുത്തേക്ക് 10 ബോയ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അവർ വീട്ടിൽ 10 കാറ് മേടിക്കുന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നങ്ങളെയാണ് അവർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതെല്ലാം അവർ മേടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ. പല രീതിയിലുള്ള ശാരീരിക സുഖങ്ങൾ എടുക്കാൻ ഓരോരുത്തരുടെയും പുറകെ ഓടിപ്പോകുന്നു. അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കഷ്ടപ്പെട്ട് ആ ബന്ധത്തിൻ്റെ ദാഹത്തിന് വേണ്ടിയിട്ട് ഓടിക്കളിക്കണ്, ഓക്കെ. അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ആ വ്യക്തിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു ഭാഗം അവിടെ ഉണ്ട്, ഓക്കെ. അപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കണം, നമ്മൾ എന്തൊക്കെ കളി കളിച്ചിട്ടും നമ്മുടെ അടുത്തേക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ വേറെ കോൺസിക്വൻസ് ഇല്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതായത് സ്വന്തമായിട്ട് പ്രശ്നമില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. ബാക്കിയുള്ളവരൊക്കെ അവരിയ്ക്കുന്നിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഭാഗം മാത്രമേ ശ്രദ്ധിക്കണുള്ളൂ. ഇത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് എനിക്ക് എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് എനിക്കൊന്നും പ്രോബ്ലം ഇല്ലാത്തതെന്നും പറഞ്ഞിട്ട് പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ പേടിയാണ്. അങ്ങനത്തെ ഒരു ജന്തു ഈ യൂണിവേഴ്സിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ളവർക്കൊക്കെ അവരുടെ കോൺസിക്വൻസ് അവരിനി ഫേസ് ചെയ്യേണ്ട ഭാഗത്ത് വന്നേ പറ്റുള്ളൂ. നമ്മൾ പുറമേ കാണുന്ന കാഴ്ചയിൽ അവൻ്റെ ശ്വാസം എത്രത്തോളം അവനിൽ കുറയുന്നുണ്ട്, അവനിൽ എത്രത്തോളം പ്രോബ്ലം ഉണ്ട്, അവൻ്റെ ബോഡി എങ്ങനെ ഇരിക്കണ്, ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിലില്ല. മനസ്സിലായോ? നമ്മൾ കാണുന്ന കാഴ്ചയിൽ അവന് സുഖമാണെന്നാണ് പറയണത്. നമ്മൾ കുറേ സുഖിച്ചതല്ലേ, എന്നിട്ട് എന്ത് കിട്ടി? പണിയല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഒന്ന്, അവർ മാർക്കറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മുടെ ഭയത്തിനെയാണ്. ആ ഭയം മാറ്റാനുള്ള എന്ത് സാധനം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാലും ഇന്ന് നമ്മൾ പോയി ചാടി വീഴും. ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രഗ്സ്, മദ്യം, ഈ പറയുന്ന മെഡിക്കൽസ്, എല്ലാ സംഭവങ്ങളും മനുഷ്യൻ്റെ ഭയത്തെ വിറ്റ് ക്യാഷാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആരുടെയെങ്കിലും ഭയം മാറുന്നുണ്ടോ? ഇല്ല. കാരണം അവൻ്റെ ഉള്ളിൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ, ആ സ്റ്റെബിലിറ്റിയെ കണ്ടെത്താതെ ഒരിക്കലും അവന് ഭയത്തെ മാറ്റി മറിക്കാൻ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ഈ ലേബലിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാണിച്ചു കൂട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് പല രീതിയിലുള്ള മെഡിറ്റേഷൻ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഞാൻ ഡോക്ടറാണെന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എൻജിനീയർ ആണെന്നുള്ളത്, ഇതെല്ലാം സൊസൈറ്റിക്ക് മുമ്പിൽ അവൻ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ നോക്കുന്നത്. അല്ലാതെ സ്വന്തം ബോധത്തിന് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യണില്ല എന്നുള്ള. ഇപ്പോൾ നമുക്കറിയാം വിഭാസന എത്ര 10 ദിവസം 20,000 രൂപയും കൊടുത്തിട്ട് ആളുകൾ ഇതിനും വേണ്ടിയിട്ട് ഓടുകയാണ്. അല്ലെങ്കിൽ വല്ല മൈൻഡ് റീസെറ്റിംഗ് പ്രോഗ്രാം, മോട്ടിവേഷൻസ്, ഇതിനെല്ലാം അവർ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങൾക്ക് അവർ പോണത്. എന്നിട്ട് നമ്മൾ കോഴ്സ് പാസ്സായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കോഴ്സ് അവർ പാസ്സാവുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഈ കോഴ്സിന് അവർ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഇന്നർ എഞ്ചിനീയറിങ് ചെയ്തിട്ട് എന്താണ് അവന് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒരു കുന്തവും കിട്ടിയിട്ടില്ല. നിസ്കരിച്ചിട്ട് കിട്ടിയെന്ന് പറയണ മാതിരി എനിക്കൊരു ആശ്വാസം കിട്ടിയെന്ന് പറയും. എന്നാൽ ഈ ആശ്വാസം നിരന്തരം നിസ്കരിച്ചാൽ കിട്ടുമോ? കിട്ടാനും പോണില്ല. ഇതുപോലെയാണ് ഈ വിപാസന മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ, കോൺഷ്യസ് ആക്സസ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പരിപാടിക്കും നിങ്ങൾ പൈസ ചിലവാക്കിയിട്ട് ചെയ്ത് കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്നത് വട്ടപൂജയാണ്. എന്നാൽ ആ വട്ടപൂജ്യത്തിൽ സമാധാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ മുഴുവൻ പ്രശ്നങ്ങളും തീർന്ന്. കാരണം ആ സൈലൻസിൽ നിങ്ങൾക്ക് സമാധാനത്തിലിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുള്ളത്. അല്ലാതെ നിങ്ങൾ ഡൈവേർഷൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ടാലൻറ്റഡ് ആണ് അല്ലെങ്കിൽ എക്സ്പേർട്ടാണ് എന്ന് പറയുന്ന ഭാഗത്തും ഒന്നും നടക്കാൻ പോണില്ല. ഒന്നും ചെയ്യാതിരിക്കുമ്പം നമ്മൾ വേറെ ചിന്തകൾ വന്ന് അലട്ടി നാളത്തെയും ഇന്നലത്തെയും പ്രോബ്ലംസ് വന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഭയം കുത്തി നിറയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് മാനേജ് ചെയ്യാനുള്ളത്. അല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നിടത്തുള്ളത് നിങ്ങളല്ല. ഒന്നും ചെയ്യാതിരിക്കുന്നിടത്ത് എനിക്ക് സമാധാനത്തിലിരിക്കാൻ പറ്റുന്നുണ്ടോ? അതോ മറ്റുള്ളവരോട് ദേഷ്യവും വാശിയും ഉണ്ടായിട്ട് നമ്മൾ ബാത്റൂമിൽ വാതിലടച്ചിരിക്കുന്നുണ്ടല്ലോ, അതും നമുക്ക് പിന്നെ കോൺസിക്വൻസ് ഉണ്ടാവും. പക്ഷേ ഇത് റിലാക്സ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഹായ്, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മെയിൻ പരസ്യങ്ങൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ? 5-ൽ 3 പേർക്ക് ഫൈബ്രോയിഡ്, 10-ൽ 8 പേർക്ക് തൈറോയിഡ്, അല്ലെങ്കിൽ പൈൽസ്, മൂലക്കുരു, അത് ഇത് അല്ലെങ്കിൽ നിങ്ങൾ പുറം ചൊറിയുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ട്. കുണ്ടി ചൊറിയുന്നവരാണോ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളിലേക്ക് ഇട്ട് തന്നിട്ട് നമ്മളെ തന്നെ സംശയാലുക്കളാക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് സമൂഹം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിൽ ഈ പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണമുണ്ടെന്ന് നമുക്ക് തോന്നുകയും നമ്മൾ ഈ ഡോക്ടർമാർക്ക് നമ്മളെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, മാനനഷ്ടം, ധനനഷ്ടം, മാനഹാനി, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ശരീരം നശിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുണ്ടാവും. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് ജ്യോത്സ്യന്മാർ, ഉസ്താദുമാർ, മൊല്ലാക്കന്മാർ, ആസ്ട്രോളജർമാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഈ മനുഷ്യന്മാരുടെ മനസ്സിൽ പലതും കുത്തിവെച്ചിട്ട് ഇത് സംഭവിപ്പിച്ച പോലെ തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന രോഗങ്ങളെ മാറ്റുന്നവർ മുഴുവൻ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിലേക്ക് അറ്റൻഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ആർക്കുമില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്ന ഒരവസ്ഥ എന്നും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ നന്നായിട്ട് നടക്കുന്ന അവസ്ഥയെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കായിട്ടുള്ളത്, അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അപ്പം നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഇങ്ങനെ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്? അതിൽ നമുക്ക് 10% കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളെങ്കിൽ 90% നമ്മുടെ ഒരു ദിവസത്തെ റൊട്ടീനിൽ നമ്മൾ അശ്രദ്ധയിലാണ്. അപ്പം നമ്മൾ ആ 10-15 അത് പതുക്കെ ഇപ്പം ചെയ്യുന്ന കാര്യത്തിൽ പതുക്കെ കൂട്ടിക്കൊണ്ട് വരുമ്പം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബ്ലൈൻഡ് സ്പോട്ടുകളും മാറും. അതോടെ നമ്മുടെ ജീവിതത്തിലെ ഭയവും മാറും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നമ്മൾ എവിടെയും പോയിട്ട് ഒരു പ്രയോജനമില്ല. എന്താ പരിപാടി? എന്താണ് നല്ല ഭക്ഷണം കഴിക്കണ് കണ്ടോ? പണ്ട് ഒരുപാട് കാലം യക്ഷിയെ തളച്ച പാലമരാണ്. പാലമരല്ലേ? അതെ, അതിന്റെ അടിയിൽ ഇരുന്നിട്ട് ചാത്രാണ് പടി. വാ എനിക്ക് കഴിക്കാം. ഓക്കെ. അത് നമ്മൾ ചില ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മിക്കവാറും വീട്ടിലെ അമ്മ, അച്ഛൻ, അങ്ങനെ കുറേ ആളുകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇൻട്രാക്ട് ചെയ്യുമ്പം ഇവരുടെ കച്ചറ നമ്മളിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടിരിക്കും.
ഇവർ ഈ കച്ചറ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ ചിലപ്പോൾ ആദ്യം നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും, പിന്നെ നമ്മൾ കുറച്ച് സമയം കേട്ടിരിക്കും, പിന്നെ കുറച്ച് സമയം നമ്മൾ ആ സമയം കൂട്ടി കൂട്ടി കൊണ്ടുവരും, എന്നിട്ട് നമ്മൾ സഹിക്കും. ആ സഹനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും പൊട്ടിത്തെറിക്കും. പക്ഷേ നമ്മളെപ്പോഴും നോക്കുന്നത് എന്താ, ഇവർ എന്തുകൊണ്ട് ഇത് നിർത്തുന്നില്ല? അതുകൊണ്ട് തന്നെ ഒരു കാലത്തും നമുക്ക് നമ്മുടെ പ്രോഗ്രസ് അറിയാനും പോണില്ല. കാരണം ആദ്യം ഞാൻ 1 മിനിറ്റ് കേട്ടപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ച്. ഇന്ന് ഞാൻ 10 മിനിറ്റ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ള ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവരുടെ കയ്യിൽ കച്ചറ ഒരു ലോഡുണ്ട്. ഓക്കെ, നമ്മളുമായിട്ട് നമ്മുടെ പ്രസൻസിൽ ഇരിക്കുമ്പം അവർക്ക് ആ കച്ചറ ഡെലിവറി ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അവരാ കച്ചറ ചൊരിയുന്നതിനനുസരിച്ച് നമ്മളെ സ്പേസ് ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ വരുമ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബോഡിയിലുള്ള നമ്മളായിട്ടുണ്ടാക്കിയ പല തീരുമാനങ്ങളും ഒന്നും ചെയ്യാതെ വെറുതെ ലിസൺ ചെയ്താൽ മതി. നമ്മളിപ്പോൾ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ലയിച്ചു പോണില്ലേ. പക്ഷേ ഇത് നമ്മൾ ഒരു പട്ടിയെ മൈര എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ ആരെങ്കിലും തെറി പറയുമ്പം, ആരെങ്കിലും നമ്മളെ കുറ്റം പറയുമ്പം നമുക്കിത് കേട്ടിരിക്കാൻ പറ്റുന്നില്ല ഒരു പാട്ട് പോലെ. കാരണം എന്താ, നമ്മുടെ ബോഡിയിൽ റിജിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ആ ഇൻകൺസിസ്റ്റൻസി പ്രൊജക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ ലിസൺ ചെയ്യുന്ന ഭാഗം പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരുമ്പം ചുറ്റുപാടുള്ള കുറേ ബംഗാളികൾ, പ്രത്യേകിച്ചും കുടുംബക്കാരെന്ന് പറയുന്ന ബംഗാളികൾ നമ്മളിലേക്ക് ഇങ്ങനെ വിഷവിത്തുകൾ ഇങ്ങനെ ഇട്ട് തരും. ഈ എറിയുന്ന കല്ലുകളെല്ലാം എടുത്ത് നമ്മൾ നന്നായിട്ടൊരു പെര ഇങ്ങനെ പണിത് കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരം പണിയാനുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് എത്ര കാലമായിട്ട് അവർ പറയുന്നത്, അവരെത്ര കച്ചറിട്ടാലും അതുകൊണ്ട് കൊട്ടാരം പണിയുന്നതിനനുസരിച്ച് നമ്മൾ പ്രോഗ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പ്രോഗ്രസ് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സംടൈം നമ്മുടെ വേദന എവിടെ പോയെന്ന് നമ്മുടെ ശ്രദ്ധയിലില്ലാത്തത് കൊണ്ടാണ് വേദന മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ മറ്റ് പലരുടെയും പുറകെ പോണത്. അതുപോലെ തന്നെ ഈ കച്ചറ എടുത്ത് നമ്മളൊരു ബിൽഡിങ് അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് നമ്മുടെ സൈക്കിൾ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ മക്കളെ, പിന്നെ ഈ ലോകത്ത് നിങ്ങൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. വളരെ സിമ്പിളാണ്, ശ്രദ്ധ മാത്രം മതി. വളരെ വളരെ സിമ്പിളാണ്. ഇപ്പോൾ മിക്ക ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണെന്ത്, കാരണം ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്, ഞാൻ അവരോട് നന്നായിട്ടാണ് പെരുമാറിയത്. പക്ഷേ അവർ തിരിച്ച് എന്നെ ഉപദ്രവിച്ചപ്പം, അല്ല എന്നോട് ദേഷ്യം പിടിച്ചപ്പോഴാണ് ഞാൻ ദേഷ്യം പിടിച്ചത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഞാൻ അവരുമായിട്ട് കളിച്ച്, പക്ഷേ ആ കളി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അത് ആർഗ്യുമെൻറ്റിലേക്ക് പോയി. അങ്ങനെ കുറേ, അല്ലെങ്കിൽ അവരെന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്ത്, ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും എല്ലാം ഈ പറയുന്നൊരു ഭാഗത്തിൽ ട്രിഗർ ചെയ്യപ്പെടുന്നൊരു അവസ്ഥ എല്ലാവരിലുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ പറയുന്ന തെണ്ടികളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഈ തെണ്ടികൾക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ ഇത് കേട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ടുണ്ടാക്കിയ ഒരവസ്ഥ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും, നിങ്ങൾ ഇവരുമായിട്ട് സഹകരിക്കുമ്പം നിങ്ങളിലുള്ള ഒരു ഉയർന്ന പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഹയർ വൈബ്രേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കളി തുടങ്ങുക. ഓക്കെ, കളി തുടങ്ങി ഈ ഹയർ വൈബ്രേഷൻ നിങ്ങളുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പം നിങ്ങളുടെ ശരീരത്തിലുള്ള ക്ഷീണവും പ്രശ്നങ്ങളും കാണാൻ തുടങ്ങും. അത് കാണാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ബോഡി ടയേർഡാവുന്നത്. ഓക്കെ, ഈ ടയേർഡ്നെസ് ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം അവിടെ തുടങ്ങും. കാരണം ബോഡി ടയേർഡായ ബോഡിക്ക് ഫർദർ കണ്ടിന്യൂവേഷൻ ഇല്ല. കണ്ടിന്യൂവേഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ബോഡി എവിടെയെങ്കിലും മൈൻഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും കൺക്ലൂഷനിലേക്ക് പോകും. കൺക്ലൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവരങ്ങനെയാണെന്നുള്ളത് മൈൻഡ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബോഡിയുടെ ക്ഷീണം കാരണം നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും. അതോടെ തുടങ്ങി പ്രോബ്ലം. ആക്ച്വലി അവിടെ എന്താ സംഭവിക്കണമെന്ന് വിചാരിച്ചാൽ, നമ്മളെ ബോഡിയിൽ നമ്മൾ കുറേ ഇഷ്ടങ്ങളും കുറേ പാറ്റേൺസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ജഡ്ജ്മെൻ്റലാവുന്ന ഒരു ഭാഗം നമ്മുടെ സെൻസിൽ വരുന്നില്ല. കാരണം നമ്മുടെ ബോഡിയിൽ മൈൻഡാണ് ഭയങ്കര പ്രോ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ക്ഷീണവും മടിയുള്ളത് കൊണ്ട് നമ്മളിരിക്കുന്നത് വളരെ ബാക്കിലാണ്. അപ്പോൾ ഈ ക്ഷീണം വന്ന് നമ്മുടെ ബോഡിയെ മൈൻഡ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആരുമായിട്ടും സഹകരിക്കാൻ പറ്റാത്തത്. ഈവൻ കുട്ടികളെ കൂടെ കളിക്കുമ്പോൾ പോലും നമ്മൾ അവരോട് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? നമുക്ക് അവരെ കൂടെ ഓടാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ആ നിഷ്കളങ്കത ഉള്ളവർ എപ്പോഴും ആക്റ്റീവായിരിക്കും. അതുകൊണ്ട് നമ്മൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യുന്ന ഭാഗം അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രിക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ തിരിച്ചറിയേണ്ട ഒരു ഭയങ്കര ലൂപ്പുണ്ട്. ഇന്ന് വരെ മനുഷ്യന് പുറത്ത് കടക്കാൻ പറ്റാത്ത ആ ലൂപ്പ് മരണം കഴിഞ്ഞിട്ടും മനുഷ്യനെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ട്. അതേത് ലൂപ്പാണെന്ന് ചോദിച്ചാൽ, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞാനാകുന്നു, അല്ലെങ്കിൽ അനൽ ഹക്ക്, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി. ഓക്കെ, ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെന്നോട് പറയാണ് നീയാണ് അനൽ ഹക്ക്, നീയാണ് അഹം ബ്രഹ്മാസ്മി. ഇത് നിങ്ങൾ പറയുന്നത് ഞാൻ എടുത്തിട്ട് വീണ്ടും ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നും മരണം വരെ പിന്തുടരുന്ന ഒരു ബാധയായിട്ട് ഈ അനൽ ഹക്കും അഹം ബ്രഹ്മാസ്മിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അതിൻ്റെ തന്നെ പല ട്രാൻസ്ഫോംഡ് വേർഷൻസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ലൈക്ക് കോൺഷ്യസ് ആക്സസ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ഹൂ ആം ഐ, അല്ലെങ്കിൽ ദ പവർ ഓഫ് നൗ. ഓക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിലെല്ലാം പറയണത് എന്താ? ഒരൊറ്റ സിംഗിൾ ഡയലോഗാണ്. അൾട്ടിമേറ്റ്ലി അത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അൾട്ടിമേറ്റ്ലി അത് നിങ്ങൾ തന്നെയാണെന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അൾട്ടിമേറ്റ്ലി അത് നിങ്ങൾ തന്നെയാണെന്ന് മറ്റൊരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഒരിക്കലും നിങ്ങളറിയാൻ പോണില്ല. കാരണം ശബരിമലയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി പോണതുപോലെ, നിസ്കരിക്കുന്നവൻ വീണ്ടും വീണ്ടും നിസ്കാരത്തെ ആശ്രയിക്കുന്നത് പോലെ, പള്ളിയിൽ പോകുന്നവൻ വീണ്ടും വീണ്ടും പള്ളിയിൽ പോകുന്നത് പോലെ, കുർബാന കേൾക്കുന്നവനെ പോലെ ഒരിക്കലും ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ ആരും പോണില്ല. ഈ കോഴ്സ് നിങ്ങൾ ഒരു കോഴ്സ് ചെയ്ത് ഇന്നർ എൻജിനീയറിങ്ങിൻ്റെ രണ്ടാമത്തെ കോഴ്സിലേക്ക് പോയി നിങ്ങൾ പ്രോഗ്രസ് ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി അത് നീയാണെന്നുള്ള ഭാഗം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നും ഈ പറയുന്ന ഒരു ശിഷ്യനോ അല്ലെങ്കിൽ ഒരു ഗുരുവാവാനോ ഉള്ള പാടുപെടലിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഓരോരുത്തർക്കും അവനവൻ്റെ ജീവനും ജീവിതവുമാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അത് ഞാനാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നിൽ നിന്നാണ്. അവിടെ പിന്നെ ആര് പറയുന്നത് കേൾക്കാനോ ആര് പറയുന്നത് വാലിഡേറ്റ് ചെയ്യാനോ പ്രൂവ് ചെയ്യാനോ ഇല്ല. അവിടെ നിന്ന് ഞാൻ ജീവിച്ചാൽ മാത്രം മതി.